യെസ്, നേരെ നമ്മൾ മലപ്പുറത്തേക്ക് പോകുകയാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ ദിവസം നടന്നത്. മലപ്പുറം റവന്യൂ സ്കൂൾ ജില്ലാ കലോത്സവത്തിൽ ഹിന്ദു വിരുദ്ധ നാടകത്തിന് 1ാം സമ്മാനം നൽകി പ്രോത്സാഹനം നൽകുകയാണ്. ഹിന്ദു വിരുദ്ധ നാടകമെന്ന് പറയുമ്പോൾ ഭാരതീയ സംസ്കാരം എന്നാൽ അത് സ്ത്രീ വിരുദ്ധതയാണെന്നാണ് ഈ നാടകത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത്. മഹാഭാരതവും രാമായണവുമൊക്കെ ഒന്നാം തരം സ്ത്രീ വിരുദ്ധമായ ചില വിഷയങ്ങളാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഈ നാടകത്തിനകത്തുണ്ട്. ഹൈന്ദവ സംഘടനകളും ദേശീയ പ്രസ്ഥാനങ്ങളും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം മഹാഭാരതത്തെയൊക്കെ അധിക്ഷേപിക്കുന്ന നമ്മുടെ നാടിൻ്റെ ഈ പവിത്രമായ സംസ്കാരം എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്കെതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന ഒരു നാടകത്തിന് 1ാം സ്ഥാനം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ആരെ പ്രീണിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ മറ്റു ചർച്ചകളുടെ ആവശ്യമില്ല. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ശിവദാസ് കന്മനമാണ് ചേരുന്നത്. ശിവദാസ്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരം മോശമാണ്, അതായത് നമ്മുടെ രാഷ്ട്രം ഏറ്റവും മഹത്തരമാണ് എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുകയും നമ്മുടെ ദേശത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ഉയർത്തുന്നത് ശിവദാസ്? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു നാടകത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ നാടകത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ സാംസ്കാരിക നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. അതിൽ അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകത്തിനാണ് 1ാം സമ്മാനം നൽകിയിരിക്കുന്നത്. ഈ നാടകത്തിൻ്റെ പൂർണ്ണമായും ഇതിവൃത്തം എന്ന് പറയുന്നത്, അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തെ പൂർണ്ണമായും മോശമായി ചിത്രീകരിക്കുകയായിരുന്നു ഈ ഒരു നാടകത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ട് മോശമായി ഹൈന്ദവ സംസ്കാരം മോശമാണ് എന്ന് പറയിക്കുകയായിരുന്നു പ്രധാനമായും ഈ നാടകത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഉള്ളടക്കവും അത്തരത്തിലുള്ളതായിരുന്നു. ഹിന്ദു പുരാണങ്ങളായ മഹാഭാരതത്തെയും രാമായണത്തെയും വലിയ രീതിയിൽ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നാടകമായിരുന്നു വീരനാട്യം. ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ മോശമാണ്. ഈ ഒരു ഹിന്ദു പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ മോശമാണ്. ഊർമിള, അതോടൊപ്പം തന്നെ ദ്രൗപദി, ഗാന്ധാരി അടക്കമുള്ള കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു നാടകമാണ്. പ്രധാനമായും ഇതിൻ്റെ ഇതിവൃത്തം അത്തരത്തിലുള്ളതായിരുന്നു. ഇത്തരത്തിലുള്ള ഈ കഥാപാത്രങ്ങൾ ഈ ഒരു ഹിന്ദു പുരാണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ മോശമാണ്. അവർ അബലകളാണ്, സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളാണ്, അവർ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ ഹിന്ദു വിരുദ്ധത മുഖമുദ്രയാക്കിയ പച്ചയായ അസംബന്ധങ്ങൾ വേദിയിൽ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു നാടകത്തിന് 1ാം സമ്മാനം നൽകുകയാണ് കേരളത്തിലെ ഭരണകൂടം എന്ന് പറയുന്നത്. ശിവദാസ് കന്മനം ഈ വാർത്തയുമായി വീണ്ടും കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശിവദാസ്, നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കിതാബ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് വാങ്ക് വിളിക്കുവാനുള്ള അവകാശം ഉൾപ്പെടെ മുസ്ലിം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നൽകണമെന്ന് പറയുന്ന ഒരു നാടകത്തിന് ആ നാടകം കളിക്കുവാൻ ഉള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടു. അത് സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് അത് നിഷേധിച്ചു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് മറുഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ഈ മഹാഭാരതവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു നാടകത്തിന് 1ാം സമ്മാനം നൽകുന്നത്. ശിവദാസ്, തീർച്ചയായും അതുതന്നെയാണ്. നമുക്കറിയാം, ബൈബിളിലെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പോലും അത് വലിയ രീതിയിൽ വിവാദമാകുന്നു. പിന്നീട് ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നില്ല. നമുക്കറിയാം, ഈ കിതാബ് എന്ന നാടകം മുൻപ് കോഴിക്കോട് ജില്ലയിൽ അവതരിപ്പിച്ചപ്പോഴും വലിയ വിവാദമായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് സംസ്ഥാന തലത്തിൽ അത് അവതരിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ 1ാം സമ്മാനം ലഭിച്ച ഹിന്ദു വിരുദ്ധത പൂർണ്ണമായും വിളിച്ചു പറയുന്ന
ഈ നാടകം അതിന് സംസ്ഥാന തലത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും അതിന് അവാർഡ് നൽകാനോ പുരസ്കാരം നൽകാനോ ഒരു മടിയും ഉണ്ടാകില്ല. നമുക്ക് മുൻപിൽ നിരവധി അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ട്. മീശ പോലുള്ള നോവലിന് സാഹിത്യ അവാർഡ് നൽകിയ ഒരു സംസ്കാരമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹിന്ദു വിരുദ്ധത വിളിച്ചു പറയുന്ന നിരവധി വിഷയങ്ങൾ, അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പാണ് നമുക്ക് മുൻപിൽ ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെ സെൻറ്റ് റീത്താസ് പള്ളിയിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥി എത്തിയ സമയത്ത് അതിനെ വലിയ രീതിയിൽ വിവാദമാക്കിയിരുന്നു. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇവർക്കെതിരെ, അതായത് ഈ സ്കൂൾ മാനേജ്മെൻറ്റിന് എതിരെ രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. ഇങ്ങനെ മറ്റ് ഖുറാനെ തൊട്ട് കളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബൈബിളിനെ തൊട്ട് കളിക്കുകയാണെങ്കിലോ അതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണമായും കണ്ണടയ്ക്കുന്നു.